ഓക്കെ, അപ്പോ നമ്മൾ ഡയാലിസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം കിഡ്നി എന്ന് പറഞ്ഞ ഓർഗൻ. എന്താണ് കിഡ്നിയുടെ ഫങ്ഷൻ അറിയോ? കിഡ്നി ശരീരത്തിലുള്ള വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. കിഡ്നി മലയാളം എന്താ കിഡ്നിക്ക്? വൃക്കകള്. അപ്പൊ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ വിസർജന വ്യവസ്ഥ അല്ലെ. വിസർജന വ്യവസ്ഥയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നീസ് എന്ന് പറയുന്നത്. മറ്റുള്ള സ്കിന്നില് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ് ലിവർ, പിന്നെ അതുപോലെ യൂറിനറി ബ്ലാഡർ, ഇതൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. അപ്പൊ ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി അല്ലെങ്കിൽ വൃക്ക. അത് ഷേപ്പ് എന്താണെന്നറിയോ? ഷേപ്പ് ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ് അല്ലെ. ഒരു പയർ വിത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നീസ് ആർ ടു bean shaped organ which about the size of a fist. നമ്മുടെ കൈമുഷ്ടിയുടെ ഒരു വലിപ്പത്തിലുള്ള ഒരു ബീൻ ഷേപ്പ് ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്? കിഡ്നി എന്ന് പറയുന്നത്. അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ റിബ്കേജ്, നമ്മുടെ വാരിയലില്ലേ, വാരിയലിന്റെ പുറകിലായിട്ട് നമ്മുടെ സ്പൈൻ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെ നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് നമ്മൾ അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞ കിഡ്നിയുടെ പൊസിഷൻ ആയിട്ട് പറയുന്നത്. അപ്പോ കിഡ്നി എന്ന് പറഞ്ഞ ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. അത് എവിടെയാണ്? നമ്മുടെ സൈസ് നമ്മുടെ ഫിസ്റ്റിന്റെ, നമ്മുടെ കൈമുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ബീൻ ഷേപ്പ് ഓർഗൻ ആണ്. അത് റിബ്കേജിന്റെ ബാക്കിലായിട്ട്, നമ്മുടെ വാരിയലിന്റെ ബാക്കിലായിട്ട് നട്ടലിന്റെ രണ്ട് സൈഡിലും, സ്പൈനിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നത് ഒരു ഹാഫ് കപ്പ് ഓഫ് ബ്ലഡ്, ഓരോ മിനിറ്റിലും ഹാഫ് കപ്പ് ബ്ലഡ് വീതം ഫിൽറ്റർ ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു കിഡ്നി എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ. നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് വേസ്റ്റും എക്സസ് ഫ്ലൂയിഡും ഒക്കെ റിമൂവ് ചെയ്ത് യൂറിനാക്കി മാറ്റുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി. അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് ഇവിടെ നിങ്ങൾ നോക്കിയേ. കിഡ്നീസ് ആർ ദ ഓർഗൻസ് ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ് ബൈ റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. നമ്മുടെ ബ്ലഡിനെ, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ്, വേസ്റ്റിനെ അതുപോലെ തന്നെ എക്സസ്, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഫ്ലൂയിഡ്, വേസ്റ്റുകള്, യൂറിയ, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി. അപ്പോ ദിസ് വേസ്റ്റ് ഈസ് സെൻഡ് ടു ദ ബ്ലാഡർ. എങ്ങോട്ടാ ഈ വേസ്റ്റിനെ കൊണ്ടുപോകുന്നേ? യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്നു ഫോർ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. അപ്പോ യൂറിനറി ബ്ലാഡറിലേക്ക് ഈ വേസ്റ്റുകളൊക്കെ വന്ന് എക്സസ് ആയിട്ടുള്ള വാട്ടറിന്റെ ഒക്കെ കൂടിയിട്ട് ആയിട്ട് യൂറിനാക്കുന്നു അല്ലെ. എന്നിട്ട് ഈ വേസ്റ്റ് എങ്ങനെയാ പുറത്തേക്ക് പോകുന്നേ? ഫോർ ദ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ, മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ അല്ലെ, യൂറിനേറ്റ് ആകുമ്പോൾ ഈ വേസ്റ്റുകളൊക്കെ നമ്മുടെ മൂത്രത്തിൽ കൂടെ, യൂറിനിൽ കൂടെ വേസ്റ്റ് ഒക്കെ പുറന്തള്ളുന്നു. അപ്പൊ എന്താണ് കിഡ്നിയും കിഡ്നിയുടെ ഫങ്ഷനും മനസ്സിലായോ? അപ്പൊ കിഡ്നി എന്ന് പറഞ്ഞ എന്താണ്? കിഡ്നീസ് ആർ ദ ഓർഗൻസ് ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ് ബൈ റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തിട്ട് വേസ്റ്റുകളും എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനൊക്കെ പുറന്തള്ളുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? ഈ വേസ്റ്റിനെയൊക്കെ, നമ്മുടെ അധികമുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടറിന്റെ കൂട്ടത്തിൽ ഈ വേസ്റ്റ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? യൂറിനേറ്റ്, ഇത് യൂറിനറി ബ്ലാഡറിലേക്ക് വന്നിട്ട് ആ വേസ്റ്റ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്? യൂറിനേറ്റ് അല്ലെ. നമ്മള് യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് കിഡ്നിയുടെ ഫങ്ഷൻ ആയിട്ട് വരുന്നത്? ഒന്നാമത്തെ ഫങ്ഷൻ എന്തെന്ന് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ കിഡ്നി ഈസ്, എന്താണ് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? കിഡ്നി ഈസ് ടു റിമൂവ്
വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എഴുതിക്കോ കിഡ്നിയുടെ ഫംഗ്ഷൻ. കിഡ്നി എന്താന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻ എക്സാമിന്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവരി ഓരോ ലൈനും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. നമുക്കറിയില്ല എവിടെന്നാ ക്വസ്റ്റ്യൻ വന്നേന്നുള്ളത്. അപ്പൊ ഒരു ചെറിയൊരു പോയിന്റ് പോലും വിടാതെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എക്സാമിന്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കുക. കിഡ്നീസ് ആർ ദ ഓർഗൻസ്. Kidneys are the organs that purify the blood, by removing waste and excess fluid from your body. Okay. ഇത് ജസ്റ്റ് ഒന്ന് 2-3 പോയിന്റ്സ് ആയിട്ട് എഴുതിക്കോ. ഫങ്ഷൻസ് കിഡ്നീസ് ആർ ദ ഓർഗൻസ്. നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് കൊടുത്തോ, ഹെഡിങ് കൊടുത്തോ, ഡയാലിസിസ് കൊടുത്തോ? ചാപ്റ്റർ 25 ഡയാലിസിസ് സർവീസ്. അതിന്റെ താഴെ ജസ്റ്റ് ഒന്ന് എഴുതിക്കോ കിഡ്നി. കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണല്ലോ ഡയാലിസിസ്. അപ്പൊ അതുകൊണ്ട് കിഡ്നി എന്താണെന്നും അതിന്റെ ഫംഗ്ഷനും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു 1-2 സെന്റൻസിൽ നമുക്കൊന്ന് എഴുതാം. കിഡ്നീസ്, KIDNEYS. Kidneys are the organs that purify the blood by removing removing waste and excess excess fluid from your body, from our body. From our body. Okay. ഇനി അതിന്റെ ഫങ്ഷൻസ് താഴെ എഴുതിക്കോ. ഫങ്ഷൻസ് എഴുതിക്കോ. അപ്പൊ മെയിൻ ഫങ്ഷൻ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ. കിഡ്നിയുടെ ഫങ്ഷൻ എന്തെന്നാ പറയണേ? മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. അത് തന്നെയാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. നെക്സ്റ്റ് കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോ. കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ് ഹെൽപ്പ് ടു കൺട്രോൾ, CONTROL, കൺട്രോൾ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോ. കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ എലമെന്റ്സ്. കൺട്രോൾ the level, LEVELS, levels of chemical elements, ELEMENTS, in the blood. ബ്ലഡിലുള്ള കെമിക്കൽ ഇലമെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അതായത് സോഡിയം, പൊട്ടാസ്യം പോലുള്ള ഇലമെന്റ്സിന്റെയൊക്കെ ബാലൻസ് ചെയ്യുന്നു, അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. ഇപ്പൊ നമുക്ക് ഈ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞു, സോഡിയത്തിന്റെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഹൈ BP ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡിലുള്ള കെമിക്കൽ ഇലമെന്റ്സിന്റെ ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എഴുതിയത്. കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. Control the level of chemical elements in the blood. Next, ഒരു ഫംഗ്ഷൻ എഴുതാം. Control the production of RBC, red blood cells. Control the production of RBC, red blood cells. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള 4 കമ്പോണൻസിൽ ഒരെണ്ണാണ് RBC എന്ന് പറഞ്ഞ റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് RBC. ഓക്കെ,
അപ്പൊ ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. അപ്പൊ കിഡ്നി എന്താന്ന് മനസ്സിലായി. കിഡ്നി എന്ന് പറഞ്ഞ ഓർഗൻ ദാറ്റ് പ്യൂരിഫൈ ദ ബ്ലഡ് ബൈ റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. അതാണ് കിഡ്നി എന്ന് പറഞ്ഞത്. ആ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്നാ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് ഫിൽറ്റർ ചെയ്ത് എക്സസ് ആയിട്ടുള്ള വാട്ടറിന്റെ ഒപ്പം തന്നെ ടു മേക്ക് യൂറിൻ ആക്കുന്നു. അത് യൂറിൻ ആക്കിയിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ആ വേസ്റ്റിനെ പുറത്തേട്ട് തള്ളുന്നു. അതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്, കിഡ്നി ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്കറിയാം, ഇപ്പോ നമ്മൾ എന്താ പറഞ്ഞേ, ഈ കിഡ്നി എന്ന് പറഞ്ഞത് ശരീരത്തിലെ ടോക്സിൻസ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു അവയവമാണ്, ശുദ്ധീകരിക്കുന്ന ഒരു ടോക്സിൻസ് ഒക്കെ ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇങ്ങനെ ചില ഇൻഫെക്ഷൻ, എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നിട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ പ്രമേഹം, ഹൈ BP, പിന്നെ അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ മൂലം കിഡ്നിക്ക് എന്താണ് ശരിയായിട്ടുള്ള ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അതായത് വൃക്കയ്ക്ക് എന്താ വൃക്കസ്തംഭനം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവും. ഇപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാ പറഞ്ഞേ? ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പ്രമേഹം, ഹൈ BP, പിന്നെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ മൂലം എന്താണ് കിഡ്നിക്ക് അതിന്റെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. അതായത് എന്താ പറയുന്ന, കിഡ്നി ഫെയിലിയർ ആവും. വൃക്കസ്തംഭനം, മലയാളം പറയും കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ വൃക്കസ്തംഭനം വരും. അപ്പൊ കിഡ്നിക്ക് ആ ഫങ്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റുമ്പോൾ കിഡ്നി ചെയ്യുന്ന അതേ ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തില് കിഡ്നീസ് എന്തൊക്കെ ഫങ്ഷൻ ആണോ പറഞ്ഞ ആ കിഡ്നി ചെയ്യുന്ന അതേ ഫങ്ഷൻ എന്താണ് ഒരു പ്രോസസ്സിലൂടെ പുറന്തള്ളുന്നതിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്നത്? നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന കാണുന്നില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് സെന്റൻസ് നോക്കിയേ. 3ാമത്തെ സെന്റൻസ് ആണ്, ഡയാലിസിസ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് that remove extra fluids and waste products from blood when the kidneys are not able to do. കിഡ്നിക്ക് ഈ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാതെ വരും. അതായത് ഈ വേസ്റ്റിനെ, എക്സ്ട്രാ ഫ്ലൂയിഡ്സ് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത, ബ്ലഡിൽ നിന്ന് ഈ വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത, കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഈ കിഡ്നി ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഇതിന് വേസ്റ്റിനെ പുറന്തള്ളുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇതെന്താണ്? ഒരു തരം ട്രീറ്റ്മെന്റ് ആണ്. എന്ത് ചെയ്യാ? ദാറ്റ് റിമൂവ് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം യുവർ ബ്ലഡ്. ബ്ലഡിൽ നിന്ന് വേസ്റ്റുകൾ, എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. വെൻ ദ കിഡ്നീസ് ആർ നോട്ട് ഏബിൾ ടു ഡു. കിഡ്നിക്ക് അത് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത്. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞ ഡയാലിസിസ് എന്ന് പറഞ്ഞേ? വാട്ട് ഈസ് ഡയാലിസിസ്? It's a kind of treatment that നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങള് കിഡ്നിയിൽ ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ അത് പുറത്ത് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഡയാലിസിസ്? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നോട് ചോദിക്കണം, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നമ്മൾ കിഡ്നി എന്താന്ന് പറഞ്ഞു, കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി പിന്നെ ആ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റാത്ത സമയത്ത് അതേ ഫങ്ഷൻ നമ്മളൊരു ട്രീറ്റ്മെന്റിലൂടെ ചെയ്യുന്ന, കിഡ്നി ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസിലൂടെ എന്താ ചെയ്യുന്നേ? ബ്ലഡിൽ നിന്ന് ഈ എക്സ്ട്രാ വേസ്റ്റുകള്, എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഡയാലിസിസ്. അതിപ്പോ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത സ്ക്രീനിലുണ്ട്. ഇനിയിപ്പോ അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഡയാലിസിസ് അപ്പൊ നിങ്ങൾ നോക്കുക, ഡാഷ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ബ്ലഡ്.
എന്താണ്? ഡയാലിസിസ്. ഡയാലിസിസ്. നിങ്ങൾ ഓരോ സെന്റൻസും പഠിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് നിങ്ങൾ അതും കൂടി നോക്കി പോവുക, ആ രീതിയിൽ പഠിക്കുക. ഡയാലിസിസ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ് എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബ്ലഡ് വെൻ ദ കിഡ്നീസ് ആർ നോട്ട് ഏബിൾ ടു ഡു. കിഡ്നിക്ക് അത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളൊരു ട്രീറ്റ്മെന്റിലൂടെ ഈ എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റും ഒക്കെ പുറന്തള്ളുന്നതിനെയാണ്, ആ ട്രീറ്റ്മെന്റിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് എഫക്റ്റീവ്ലി ഇൻ ദ 1940s ആൻഡ് ബിക്കം. അപ്പൊ നോക്കിയാൽ ഡയാലിസിസ് ഫസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് ചെയ്തത് എന്നാ? 1940ലാണ്, 1940ലാണ് ഫസ്റ്റ് ഡയാലിസിസ് ഫസ്റ്റ് ഇത് എഫക്റ്റീവ് ആയിട്ട് ഒരു ഫലപ്രദമായിട്ട് ചെയ്തത്. ആൻഡ് ബിക്കം എ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഫോർ ദ കിഡ്നി ഫെയിലിയർ. കിഡ്നി ട്രീറ്റ്മെന്റിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിഡ്നി ഫെയിലിയറിന് വന്നത് സ്റ്റാർട്ടിങ് ഇൻ 1970ലാണ്. 1970 കൂടിയാണ് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് വന്നത് കിഡ്നി ഫെയിലിയറിന്. കിഡ്നി ഫെയിലിയറിനുള്ളതിന്റെ മലയാളം എന്താ പറഞ്ഞേ? വൃക്ക സ്തംഭനം. സ്തംഭനം എന്നാണ് കേട്ടോ കിഡ്നി ഫെയിലിയർ. അപ്പൊ കിഡ്നി ഫെയിലിയറിന് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് വന്നത് 1970ലാണ്. Following this, millions of patients have been benefited by this treatment. അതിനെ പിന്തുടർന്ന് ധാരാളം millions of patients have been benefited. Benefited എന്ന് പറഞ്ഞാൽ എന്താ? ബെനിഫിറ്റഡ് ആയ പ്രയോജനം കിട്ടി അല്ലെ? millions of patientsന് അതിന്റെ പ്രയോജനം കിട്ടി. ബൈ ദിസ് ട്രീറ്റ്മെന്റ്, ഈ ട്രീറ്റ്മെന്റിലൂടെ പ്രയോജനം കിട്ടി. ഇതാണ് ഡയാലിസിസിന് ഇത് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എഫക്റ്റീവ്ലി 1940ലാണ്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഓർ കിഡ്നി ഫെയിലിയറിന് സ്റ്റാർട്ട് ചെയ്ത് 1970 1970 കൂടിയാണ്. അതിന്റെ പിന്തുടർന്ന് ധാരാളം പേഷ്യൻസിന്, മില്യൺസ് ഓഫ് പേഷ്യൻസ് ഹാവ് ബീൻ ബെനിഫിറ്റഡ്, അവർക്ക് എന്താണ് ഫലപ്രദമായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രയോജനം ലഭിച്ചു ഈ ട്രീറ്റ്മെന്റിലൂടെ, ബൈ ദിസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, പാരഗ്രാഫ് ക്ലിയർ അല്ലേ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി നമുക്ക് നോക്കാം. ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. ഡയാലിസിസ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, ഓർ അറ്റ് ഹോം, അല്ലെങ്കിൽ വീടുകളിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ആദ്യം ചോദിച്ചായിരുന്നല്ലോ, ഡയാലിസിസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? റിലേറ്റീവ്സിനൊക്കെ ചെയ്യുന്നുണ്ടോന്ന്? ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോയിട്ടാണോ ചെയ്യുന്നത്, വീട്ടിലാണോ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെ? ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമുക്ക് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, ഓർ അറ്റ് ഹോം, അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും നമുക്ക് ഡയാലിസിസ് ചെയ്യാം. ദ ഡോക്ടർ വിൽ ഡിറ്റർമിൻ, ഡോക്ടറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിറ്റർമിൻ എന്താ മീനിങ്? ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ് ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ കണ്ടീഷൻ. അപ്പൊ ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഡയാലിസിസ് വേണം, ആൻഡ് ബെസ്റ്റ് പ്ലേസ്, അതിന് ഏതാണ് ബെസ്റ്റ് പ്ലേസ്, ഹോസ്പിറ്റലിൽ വന്ന് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ വീട്ടിലാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡോക്ടറാണ്. ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ കണ്ടീഷൻ, എന്തിനു ബേസ് ചെയ്തിട്ടാ? അവർക്കുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന്, മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഡയാലിസിസ് ആണോ വേണ്ടത്, വീട്ടിലാണോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, the doctor will determine which type of dialysis and the best place. ഏതാണ് ബെസ്റ്റ്, അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഏതാണ്, ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ. അവർക്കുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏത് പ്ലേസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യും. ഇനി നോക്കിയേ, the length of dialysis treatment rely body size, the amount of waste in the body and the present state of health. ഇനി ഡയാലിസിസിന്റെ ലെങ്ത് എങ്ങനെയാ? The length of dialysis treatment, ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് നമ്മുടെ ബോഡിയുടെ സൈസിനെയും എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, അതായത് ബോഡിയിൽ എത്രമാത്രം വേസ്റ്റ് ഉണ്ട്, കുറെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ആ ലെങ്ത് കൂട്ടണം അല്ലെ? ബോഡിയിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ വരുന്നുള്ളെങ്കിൽ ആ ലെങ്ത് കുറയ്ക്കാം. അപ്പൊ ഈ ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു?
ബോഡി സൈസിനെയും ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ വേസ്റ്റിനെയൊക്കെ, അതുപോലെ തന്നെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത്, ഈ പ്രസന്റില് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ്, ഹെൽത്ത്, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, the length of dialysis treatment relay body size, the amount of waste in the body and the present state of health. ഈ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എങ്ങനെയാണ്, നല്ല ആരോഗ്യവാനാണോ, നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കും. പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിൽ എത്രമാത്രം വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ബോഡിയുടെ സൈസ് ഒക്കെ നോക്കിയിട്ടാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അതാ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഡയാലിസിസ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹോമിലാണെങ്കിലും ചെയ്യാം. അത് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് ഏതാണ് ബെസ്റ്റ് പ്ലേസ്, അതിന്റെ മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാന്ന് നോക്കിയിട്ട് ഏത് തരത്തിലുള്ള ഡയാലിസിസ് വേണം, ഏതാണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര സമയം ചെയ്യണം, എത്ര പ്രാവശ്യം ചെയ്യണം, അങ്ങനെയുള്ള ആ ലെങ്ത് അതിന്റെ നമ്മുടെ ബോഡി സൈസും നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാ വേസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അത് കുറച്ച് ലെങ്തി ആണ് അല്ലെ, ട്രീറ്റ്മെന്റ് ലെങ്തി ആണ്. അപ്പോൾ എത്രമാത്രം വേസ്റ്റ് ഉണ്ട്, ഇപ്പൊ പ്രസന്റ് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻ. അതായത് 2 സിറ്റുവേഷനിലാണ് ഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള കിഡ്നി ഫെയിലിയർ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ അക്യൂട്ട് റീനൽ ഫെയിലിയർ, സെക്കൻഡ് വൺ ആണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ, അതിന്റെ യൂസസ് ആ പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കിഡ്നി ഫെയിലിയർ വന്നവർക്ക് നമുക്ക് എന്താണ്, ഡയാലിസിസ് ഫലപ്രദമാണ്, ബെനിഫിഷ്യൽ ആണ്. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻ. 2 സിറ്റുവേഷൻസ് അവിടെ പറയുന്നത്. ഡയാലിസിസ് ബെനിഫിഷ്യൽ ആവുന്ന 2 സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, വാട്ട് ഈസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്? അക്യൂട്ട്, നമുക്ക് ഈ അടുത്തിടെ, അതായത് ഈ പെട്ടെന്ന് ഈ അടുത്തിടെയായിട്ട് വൃക്കകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുക, അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പെട്ടെന്ന്, സഡൻ ആയിട്ട് പെട്ടെന്ന് കിഡ്നിയുടെ ഫങ്ഷൻ ഇമ്പേർഡ് ആവുന്നു, പെട്ടെന്ന് കിഡ്നിയുടെ ഫങ്ഷൻ ചീത്തയാവുന്നു, അതിനാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കിഡ്നി ഫെയിലിയർ ആണ്. ഫസ്റ്റ് വൺ അക്യൂട്ട് റീനൽ ഫെയിലിയർ. അവിടെ എന്താ സംഭവിക്കുന്നത്? സഡൻ ആയിട്ട്, പെട്ടെന്നായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ ഇമ്പേർഡ് ആവുന്നു, ചീത്തയാവുന്നു, അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. എങ്ങനെയാണ്? അടുത്തിടെ, ഈ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ സഡൻ ആയിട്ടൊക്കെ കിഡ്നിയുടെ ഫങ്ഷൻ, പെട്ടെന്ന് കിഡ്നിയുടെ ഫങ്ഷൻ ലോസ്റ്റ് ആവുകയാണെങ്കിൽ, പ്രവർത്തനം നഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിലാണ് ഇത് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ അടുത്തിടെയായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ നോക്കിയേ, യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. എങ്ങനെയാണ്? പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ്, പെർമനന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ നഷ്ടപ്പെടുന്നു, അതിനാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ? പെർമനന്റ് ആയിട്ട്, സ്ഥിരമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ എന്ത് ചെയ്യുന്നു? ലോസ്റ്റ് ആയി പോകുന്നു. ഓക്കെ, അപ്പൊ ഈ 2 തരത്തിലുള്ള കിഡ്നി ഫെയിലിയറാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അക്യൂട്ട് റീനൽ ഫെയിലിയറും, സെക്കൻഡ് വൺ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറും. അപ്പോ ഒന്നാമത്തെ അക്യൂട്ടിൽ എന്താ പറയുന്നത്? കിഡ്നിയുടെ എങ്ങനെയാണ് നോക്കിയേ, കിഡ്നിയുടെ ഫങ്ഷൻ പെട്ടെന്ന് സഡൻ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ റീസെന്റ് ആയിട്ട്, ഈ അടുത്തിടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം, ഒന്നില്ലെങ്കിൽ ഒരു പാമ്പ് കടി ഏൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ, ഈ എലിപ്പനിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ കഴിക്കുന്നത് മൂലമൊക്കെ പെട്ടെന്ന് എന്താ പറയാ, കിഡ്നിക്ക് ആ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. അപ്പൊ അത് ഏതാ വരുന്നേ?
patient who have recently lost kidney function. ഏതിലാ വരുന്നത്? renal failure. Okay. അപ്പൊ റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ് ചീത്തയാവുന്നതിനാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കിയേ, യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ ലോസ്റ്റ് ആയി പോകുന്നു, അതിനാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അക്യൂട്ടിലാകുമ്പോ റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ ലോസ്റ്റ് ആയി പോകും. എന്നാൽ നമ്മള് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞ എന്താണ്, പെർമനന്റ് ആയിട്ട് ഇനി ഒരിക്കലും ആ കിഡ്നി നന്നാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും നല്ല രീതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. മറ്റത് നമ്മൾ ആദ്യത്തെ പറഞ്ഞത് കുറച്ച് നാള് ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ കിഡ്നി നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും അക്യൂട്ടിലാവുമ്പോ. പക്ഷെ ഇത് പെർമനന്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്, അവർക്കുടെ കിഡ്നി എന്താ പെർമനന്റ് ആയിട്ട് പോകും. പിന്നെ എന്താണ്, ഒന്നില്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഡയാലിസിസ്, അവർക്കുടെ എൻഡ് സ്റ്റേജ് വരെ അവസാനം വരെ അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കിഡ്നി അവൈലബിൾ ആവുമ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിൽ ഉള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ ലൈഫ്, അവരുടെ ലൈഫ് മുഴുവൻ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഒരിക്കലും അവർക്ക് പഴയ കിഡ്നി അല്ലെങ്കിൽ ഫംഗ്ഷനുള്ള കിഡ്നിയിലേക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ ഡിഫറൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. രണ്ടിന്റെ ഡിഫറൻസ് എന്താന്ന് നോക്കാം. അത് ഇതിനകത്ത് ചോദിക്കാം. പേഷ്യന്റ് ഹൂ ഹാവ് റീസെന്റ്ലി പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഇപ്പൊ ഏതാ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അവിടെ നമുക്ക് തരാം ഓപ്ഷൻ, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് വരാം, എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് മാറ്റി തരാം. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKI. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ AKI എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്താണ്, ഫുൾ ഫോം എന്താണെന്ന് പഠിക്കുക. എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ് ഏത് AKI എന്ന് പറയുന്നത്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അവിടെ നമ്മൾ എങ്ങനെ പറഞ്ഞ്, എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. ഒരു പെട്ടെന്ന് കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയർ ആവുക, അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആയി പോകുക, അതിനാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. സഡൻ ആയിട്ട് കിഡ്നി ഫംഗ്ഷൻ ഇമ്പേർഡ് ആവുന്നു. That happens within a few hours or days. ഇതെങ്ങനെ സംഭവിക്കണേ? within few hours, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട്, ഓർ ഡേയ്സ്, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട്, കുറച്ച് ഡേയ്സ് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ, കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ ആവുക, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവുക. അപ്പൊ അവിടെ സംഭവിക്കുന്ന ദിസ് ഹാപ്പൻ വിത്തിൻ എ ഫ്യൂ ഹവേഴ്സ് ഓർ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ സംഭവിക്കുന്നതാണ്. AKI is normally treated in hospital setting with intravenous fluids. Intravenous fluids എന്ന് പറഞ്ഞാൽ given through the vein, വെയിനിൽ കൂടെ കൊടുക്കുന്നതാണ് intravenous fluid എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ സംഭവിച്ചവർക്ക് എന്താണ് നോർമലി ട്രീറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ സാധാരണ പോലെ ട്രീറ്റ് ചെയ്ത് അവിടെ എന്താ ചെയ്യുന്നത്, given through the വെയിനിൽ കൂടെ intravenous fluid. Intravenous fluid എന്ന് വെച്ചാൽ are the liquid injected in the person's vein through an intravenous tube വഴി പേഷ്യന്റിന് എന്താണ് അവിടെ ഈ വെയിനിൽ കൂടെ കൊടുക്കുന്നു. അതാണ് AKI is normally treated in the hospital. ഹോസ്പിറ്റലില് ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി സംഭവിച്ചവർക്ക് ഈ വെയിനിൽ കൂടെയാണ് ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് അത് മാറ്റുന്നത്. ഇൻ ക്രിട്ടിക്കൽ സ്റ്റേജസ്, ക്രിട്ടിക്കൽ ആകുമ്പോഴോ കേസ് ആകുമ്പോഴോ ഡയാലിസിസ് മേ ബി ഓൾസോ നെസസറി ഫോർ ദ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. അപ്പൊ അങ്ങനെ നമുക്ക് ഗിവൺ ത്രൂ ദ വെയിനിൽ കൂടെ ഇത് കൊടുത്തിട്ട് നമുക്ക് എന്താണ് അത് മാറ്റിയെടുക്കാം. ഇനി അത് ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. കിഡ്നി ബെറ്റർ ആവണ വരെ നമ്മൾ ആ ഡയാലിസിസ് തുടർന്നുകൊണ്ടിരിക്കണം.
ഓക്കെ. അപ്പൊ അവർക്ക് അത് ഡയാലിസിസ് ചെയ്ത് കിഡ്നിയിലെ വേസ്റ്റുകൾ, ആ ബ്ലഡിലുള്ള വേസ്റ്റുകളൊക്കെ എന്താണ് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മൾ കിഡ്നി നോർമൽ ഫങ്ഷൻ ഇതാവുമ്പോൾ കിഡ്നിക്ക് സ്വന്തമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ആ അവസ്ഥ, കിഡ്നി ബെറ്റർ ആവുന്ന വരേക്കും ആ ഡയാലിസിസ് ചെയ്യണം എന്നാണ്. ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് സമയം, ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. കിഡ്നി ബെറ്റർ ആവണ വരേക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ക്രിട്ടിക്കൽ കേസിൽ. നോർമൽ ആണെങ്കിലോ ഹോസ്പിറ്റലിൽ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് വഴി അത് നമ്മൾ വെയിനിൽ കൂടെ നമ്മൾ അത് കൊടുത്ത് ആ വേസ്റ്റുകൾ എന്താ പറയാ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കപ്പോ നോർമൽ കിഡ്നി ഫങ്ഷൻ ആവുമ്പോൾ നമുക്കത് നിർത്താം, അത് കുഴപ്പമില്ല. ക്രിട്ടിക്കൽ ആവുമ്പോഴാണ് കിഡ്നി നമ്മൾ ബെറ്റർ ആവണ വരേക്കും നമ്മൾ അത് കുറച്ച് ടൈം, നമ്മൾ 1-2 ദിവസം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, ജസ്റ്റ് ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ആർ ലിക്വിഡ്. ഇതൊരു ലിക്വിഡ് ആണ്. ലിക്വിഡ്സ് injected injected into a person's vein veins through an intravenous tube. ഇൻട്രാവീനസ് ട്യൂബ് വഴി എന്താണ് ഒരു ഫ്ലൂയിഡ് പേഴ്സന്റെ വെയിനിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതാണ് ഇൻട്രാവീനസ് എന്ന് പറഞ്ഞത്. ഗിവൺ ത്രൂ ദ വെയിനിൽ കൂടെ കൊടുത്ത് അത് നമ്മൾ നോർമൽ ആക്കുന്നു. Okay. Intravenous fluids are liquids, liquids, liquids injected, injected into a person's persons veins, veins ഞരമ്പുകളിലൂടെ വെയിൻസിലൂടെ veins through an intravenous tube, intravenous intravenous tube. അപ്പൊ ഇത്രേ ഉള്ളൂ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കിഡ്നി എന്താണ് 2-3 ദിവസം കൊണ്ട് നമ്മുടെ കിഡ്നി സാധാരണ നോർമൽ ഫങ്ഷൻ ചെയ്യാവുന്ന വരെ നമ്മൾ ഡയാലിസിസ് ചെയ്യുക. അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് നോക്കിയേ, കിഡ്നി ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഏതാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു. ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, അക്കോർഡിംഗ് ടു നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ അതനുസരിച്ച് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് വെൻ ദ കിഡ്നീസ് ആർ ഫങ്ഷനിങ് അറ്റ് ഓൺലി 10 to 15% ഓഫ് ദർ നോർമൽ ഫങ്ഷൻ. നോക്കിയേ ഇവിടെ എങ്ങനെയാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എങ്ങനെയാ സംഭവിക്കുന്നത്? when the kidneys are functioning at only 10 to 15% of their normal function. കിഡ്നിയുടെ സാധാരണ ഫംഗ്ഷനിൽ നിന്ന് 10 അല്ലെങ്കിൽ 10 മുതൽ 15% മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കിഡ്നി ഫംഗ്ഷൻ ചെയ്യുള്ളൂ. നോർമൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്ന ഇപ്പൊ 100% കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നതിൽ വെച്ച് നോക്കുമ്പോൾ 10 to 15% മാത്രമേ കിഡ്നി അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. അതാണ് ഏതെന്ന് പറയുന്നത് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. The end stage kidney failure happens when the kidneys are functioning at only എത്ര percentage നോക്കിയേ 10 to 15% of their normal function. Normal function കിഡ്നി സാധാരണ ചെയ്യുന്ന ഫംഗ്ഷനിൽ 10 to 15% ഫംഗ്ഷൻ മാത്രമേ കിഡ്നി അവിടെ ചെയ്യുള്ളൂ. At this stage, the kidney will not be able to keep you alive without extra help. നോക്കിയേ ആ സ്റ്റേജിലെ കിഡ്നി എങ്ങനെയാണ്, kidneys will not be able to keep you alive without extra help. ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ കിഡ്നിക്ക് എക്സ്ട്രാ നമ്മളൊരു ഹെൽപ്പ് കൊടുക്കാതെ നിൽക്കാൻ പറ്റില്ല. വിൽ നോട്ട് ബി ഏബിൾ ടു കീപ് യുവർ അലൈവ്. നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് നിലനിർത്താൻ പറ്റില്ലാത്തൊരു അവസ്ഥ വരും. എക്സ്ട്രാ ഹെൽപ്പ് വേണം, ഫസ്റ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണം. At this stage, kidney will not be able to keep your alive. കിഡ്നിക്ക് നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നതിനെ വെച്ച് നോക്കുമ്പോൾ 10 to 15% മാത്രമേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, കിഡ്നിക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണം അല്ലെ.
അതിന്റെ ഫംഗ്ഷൻ, കിഡ്നിക്ക് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. വിൽ നോട്ട് ഏബിൾ ടു കീപ് യുവർ അലൈവ് വിത്തൗട്ട് എക്സ്ട്രാ ഹെൽപ്പ്. എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ദിസ് ഈസ് നോൺ ആസ് ദ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അപ്പൊ എങ്ങനെയാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിൽ എങ്ങനെയാണ് കീപ് യു അലൈവ് വിത്തൗട്ട് എക്സ്ട്രാ ഹെൽപ്പ്. എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അവിടെ നോക്കിയേ ESKD. ഇപ്പൊ എന്താ ഫുൾ ഫോം എന്താ ESKDയുടെ? എൻഡ് സ്റ്റേജ് ഡിസീസ്. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് എന്തായിട്ട് വേണം. അപ്പൊ അത് ESKDയുടെ ഫുൾ ഫോം നോക്കാം. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. With the kidney failure, dialysis is only able to do some of the work of healthy kidney. അപ്പൊ നോക്കിയേ, വിത്ത് ഈ കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ ഡയാലിസിസ് ഓൺലി ഏബിൾ ടു ഡു സം ഓഫ് ദ വർക്ക് ഓഫ് ഹെൽത്തി കിഡ്നി. ആ ഹെൽത്തി കിഡ്നി ചെയ്യുന്ന കുറച്ച് ജോലികൾ, ആ ഫങ്ഷൻ ഡയാലിസിസിലൂടെ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. പക്ഷെ എന്തല്ല ഇത്? കിഡ്നി ഡിസീസസിനുള്ള ഒരു മരുന്നല്ല ഇത്. എന്താണ്? ജസ്റ്റ് അപ്പൊ ആ അത്യാവശ്യ ഘട്ടത്തില് കിഡ്നിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു എക്സ്ട്രാ ഹെൽപ്പ്, അതായത് ഡയാലിസിസിലൂടെ ആ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെൽത്തി കിഡ്നി ചെയ്യുന്ന വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കിഡ്നി ഡിസീസിനുള്ള ഒരു മരുന്നല്ല. ബട്ട് ഇറ്റ് ഈസ് നോ ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. കിഡ്നി ഡിസീസിനുള്ള ഒരു മരുന്നല്ല എന്നാ പറയുന്നത്. ഓക്കെ. With the ESKD, the patient will require dialysis. അപ്പൊ ESKD end stage kidney disease വരുമ്പോൾ the patient എന്ത് വേണം? Will require dialysis. ഡയാലിസിസ് വേണം for the rest of your life. അവർക്കുടെ ജീവിത അവസാനം വരെ വേണം. ഓർ അല്ലെങ്കിലോ until he or she is able to get a kidney transplant. അല്ലെങ്കിൽ എന്താ? ഒന്നില്ലെങ്കിൽ എന്താ പറയുന്നേ? റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, അവർക്കുടെ ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിലോ കിഡ്നി ചെയ്യുന്ന വരെ അവര് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഇനി അവർക്ക് എന്താ പറയാ മരുന്നിലൂടെയൊക്കെ പഴയ കിഡ്നിയുടെ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഒരിക്കലും അത് റിവേഴ്സ് അല്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. ഇനി അവർക്കുടെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, അവരുടെ ജീവിതാവസാനം വരെ അവർ ഡയാലിസിസ് ചെയ്യണം. അല്ലെങ്കിലോ എന്ത് ചെയ്യണം? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഓക്കെ, അതാണ് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. അക്യൂട്ടിലാവുമ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ചെയ്ത് കിഡ്നി ബെറ്റർ ആവുമ്പോൾ നമുക്ക് ആ ഡയാലിസിസ് നിർത്താം. പിന്നെ നമ്മുടെ കിഡ്നി തന്നെ അതിന്റെ ഫങ്ഷൻ ചെയ്തോളൂ. പക്ഷെ ഇവിടെയോ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിൽ എന്താണ്? കിഡ്നിക്ക് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. വിത്തൗട്ട് എക്സ്ട്രാ ഹെൽപ്പ് വേണം. അതായത് ഡയാലിസിസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അതാ ഡയാലിസിസ് കുറച്ച് നാൾ ചെയ്തിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. അത് അവർക്കുടെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, നമ്മുടെ ജീവിത അവസാനം വരെ ചെയ്യണം. അല്ലെങ്കിൽ അവർക്കുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വരെ ഇത് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടാ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും കിഡ്നി ഫെയിലിയർ, അതായത് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് AKI ESKD അതിന്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക. ഓരോ ലൈനും നിങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ പറയും, ഇതിനകത്ത് ഏത് ഇതാണ് വിത്തൗട്ട് എക്സ്ട്രാ കീപ് ടു the kidney will not be able to keep your alive without extra help. എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ കിഡ്നിക്ക് നിൽക്കാൻ പറ്റാത്തത് അത് ഏത് ഫെയിലിയറാ? ക്രോണിക് കിഡ്നി ഫെയിലിയർ അല്ലെ? അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റിവേഴ്സ് ആയിട്ടുള്ളത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ്. അത് റിവേഴ്സ് ആണ്, കുറച്ച് നാൾ ചെയ്ത് നിർത്താം. പിന്നെ നമ്മുടെ കിഡ്നി തന്നെ നോർമൽ ഫങ്ഷൻ ചെയ്തോളൂ. ഓക്കെ, അതാണ് ആ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. രണ്ട് ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. 2 ടൈപ്പ് ഓഫ് കിഡ്നി ഇഞ്ചുറി നമ്മൾ പറഞ്ഞത് കിഡ്നി ഫെയിലിയർ ആണ്. ഒന്നാമത്തെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും രണ്ടാമത്തെ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറും. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വരുന്നത് ഹൗ ഇറ്റ് വർക്ക്സ്. കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. നോക്കിയേ, ഡയാലിസിസ് ഡിസ്ചാർജ്
some of the duties that kidney normally does to keep your body in balance, such as, നോക്കിയേ, ഡയാലിസിസ് discharge some of the duties, ഡയാലിസിസ് പെർഫോം ചെയ്യുന്ന ചില ഡ്യൂട്ടികൾ that kidney normally does to keep your body in balance. നമ്മുടെ ബോഡിനെ ബാലൻസിൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിഡ്നി സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഏതൊക്കെയാണ് ഡയാലിസിസ് പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്നാണ് പറയുന്നത്. ഡയാലിസിസ് പെർഫോം സം ഓഫ് ദ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് സം ഓഫ് ദ ഡ്യൂട്ടീസ്. ഡയാലിസിസിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നോക്കി. ഒന്നാമത് നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാ വരുന്നത്. എന്താണ്? പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നി പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. പൈലിംഗ് എന്താ മീനിങ്? പൈലിംഗ് എന്ന് പറഞ്ഞ പൈലിംഗ് അടിഞ്ഞുകൂടുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുക. അക്യുമുലേറ്റ് അതാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ പറയുന്നത്? പ്രോപ്പർലി ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നി പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, അതുപോലെ തന്നെ അതർ ഇമ്പ്യൂരിറ്റീസ്, മറ്റുള്ള മാലിന്യങ്ങളെയൊക്കെ ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡില് അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ, വേസ്റ്റിന്റെ, എക്സ്ട്രാ വാട്ടർ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് അല്ലെ. impurities from piling up in the body. Piling എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റിംഗ് അല്ലെങ്കിൽ അടിഞ്ഞുകൂടുക, അക്യുമുലേറ്റ് ചെയ്യുക, അടിഞ്ഞുകൂടുക എന്നുള്ള അർത്ഥം. എന്താണ്? പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നി പ്രിവെന്റ് തടയുന്നു എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന എക്സ്ട്രാ വേസ്റ്റുകള്, അതുപോലെ തന്നെ മാലിന്യങ്ങള്, എക്സ്ട്രാ വാട്ടറിനെയൊക്കെ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് തടയുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. അതായത് അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. ഫൈൽ ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്ന ബോഡിയിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത് തടയുന്നു. രണ്ടാമത്തെ നോക്കിയേ, ദേ ഓൾസോ ഹെൽപ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഓൾസോ ഹെൽപ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ ആൻഡ് ടു കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ്, അതായത് സോഡിയം, പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ എലമെന്റ്സിനെയൊക്കെ അതിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്യുന്നു അല്ലെ. They also help to control blood pressure and to control the level of chemical elements in the blood. ഏതൊക്കെയാ chemical elements? They may be sodium and potassium. Sodium, potassium പോലുള്ള chemical elementsന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. രണ്ട് ഫംഗ്ഷൻ കിട്ടിയോ? രണ്ട് നമ്മൾ പറഞ്ഞത് തന്നെയല്ലേ. നമുക്ക് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. രണ്ടാമത്തെയാണ് കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ദ എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം, പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ എലമെന്റ്സിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി നോക്കാം. നെക്സ്റ്റ് തേർഡ് വൺ എന്താ നോക്കിയേ, കിഡ്നി ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് കാൽസ്യം അബ്സോർപ്ഷനെ, കാൽസ്യത്തിന്റെ ആഗിരണത്തെ, അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ രൂപത്തെ പോലും കിഡ്നി എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ആക്കുന്നു, കിഡ്നി സജീവമാക്കുന്നു. അപ്പോ ഏത് വൈറ്റമിൻ ആണ് കാൽസ്യം അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്നത്? വിച്ച് വൈറ്റമിൻ? Vitamin D. Vitamin D. ഇപ്പൊ നോക്കാം, കിഡ്നീസ് ആർ ഈവൻ ആക്ടിവേറ്റ് ഫോം ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്താ ചെയ്യുന്നത്? ദാറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു, സജീവമാക്കുന്നു. അതൊരു നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. Kidneys are activate form of vitamin D that enhance the absorption of calcium. Calcium absorption enhance ചെയ്യുന്ന vitamin D അതിന്റെ ഒരു ഫോമിനെ സജ്ജമാക്കുന്നു. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ്, when kidneys are unable to perform this function due to disease or injury, it is dialysis that can help the body run the normally as possible.
Okay, when the kidneys are unable to perform these functions, ഈ കിഡ്നിക്ക് ഈ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണ്. എന്തുകൊണ്ട്? ടു ഡിസീസ് ഓർ ഇഞ്ചുറി, എന്തെങ്കിലും രോഗബാധയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടൊക്കെ കിഡ്നിക്ക് ഈ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയില് ഇറ്റ് ഈസ് ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ്. അപ്പൊ ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. Can help the body run as normally as possible. ഈ കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ കിഡ്നി ചെയ്യുന്നത് പോലെ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഡയാലിസിസ് നമ്മെ ഹെൽപ്പ് ചെയ്യും. Without dialysis, salt and other waste products will pile up in the blood. Okay, dialysis ഇല്ലെങ്കിലോ എന്താ പറ്റുന്നേ? Dialysis without dialysis ഇല്ലെങ്കിൽ salt and other waste products will pile up in the blood. എന്ത് പറ്റും? ബ്ലഡിൽ അടിഞ്ഞുകൂടും. ബ്ലഡില് സോൾട്ടും അതുപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ബ്ലഡില് അടിഞ്ഞുകൂടും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പോയിസൺ ദ ബോഡിക്ക് പോയിസൺ ആവും. ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് സംഭവിക്കും. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത് നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഇനി ഡയാലിസിസ് ഇല്ലെങ്കിലോ? വിത്തൗട്ട് ഡയാലിസിസ് ഇല്ലെങ്കിൽ സോൾട്ടും അതുപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ബ്ലഡിൽ പൈലപ്പ് ചെയ്യാന്ന് വെച്ചാൽ അടിഞ്ഞുകൂടി പോയിസൺ, ബോഡിക്ക് പോയിസൺ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിന് ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിനൊക്കെ എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും. അപ്പൊ ഫങ്ഷൻസ് എത്ര പോയിന്റ്? 4 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് നിന്ന് 1 വേർഡ്സ് വരാമെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. മെയിൻ എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ഇതും വായിക്കുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അതനുസരിച്ച് നമ്മളിപ്പോ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ 1 പോയിന്റ് 2 പോയിന്റ് മിസ് ചെയ്താൽ കുഴപ്പമില്ല. ഇതിപ്പോ 1 വേർഡ് ആകുമ്പോൾ കറക്റ്റ് ആ ഓപ്ഷൻ തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ 1 മാർക്ക് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് തന്നെ ഓരോന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്തൊക്കെ 1 വേർഡ്സ് ചോദിക്കാം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോകുക. അപ്പൊ 4 ഫംഗ്ഷൻ ഒന്ന് നോക്കിയാ ഇവിടെ പറയുന്നത്. ഓക്കെ, ഫിനിഷ് ആയോ? വേറെ ഡൗട്ട് ഒന്നുമില്ല. അതിനകത്ത് ഫങ്ഷൻസ് ആണ് 1 2 3 4 പോയിന്റ്സ് ആയിട്ട് തന്നുള്ളൂ. മെയിൻ ഫങ്ഷൻ എന്ത് ചെയ്യുക? വാട്ടർ, വേസ്റ്റ്, അതർ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് പറയുന്ന കൺട്രോൾ ബ്ലഡ് പ്രഷർ ആൻഡ് കൺട്രോൾ ദ ലെവൽ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡിലെ കെമിക്കൽ എലമെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഞാൻ പറഞ്ഞു ഒന്നുകൂടി പൊട്ടാസ്യം ഇപ്പൊ കുറഞ്ഞ് സോഡിയം കൂടിക്കഴിഞ്ഞാൽ ഹൈ ബി പി ആവും. അപ്പൊ സോഡിയത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ അതങ്ങനെയൊന്നും വരാതെ അതിന്റെ ലെവലിനെ, കെമിക്കൽ ഇലമെന്റ്സിന്റെ ബ്ലഡിലെ കെമിക്കൽ ഇലമെന്റ്സിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ അടുത്താണ് വൈറ്റമിൻ ഡി, അല്ലെ? കാൽസ്യം അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന വൈറ്റമിൻ ഡിയുടെ രൂപത്തെ എന്ത് ചെയ്യുന്ന? ആക്ടിവേറ്റ് ആക്കുക. അടുത്തത് പിന്നെ അടുത്താണ് പോയിന്റ് ആയിട്ട് തന്നേക്കുന്ന എന്തെങ്കിലും അത് നോക്കുക. ഈ കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ സംഭവിച്ച് അതിന്റെ പ്രോപ്പർ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. നോർമലി ആസ് പോസിബിൾ സാധാരണ പോലെ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഈ ഡയാലിസിസ് ഇല്ലെങ്കിലോ എന്ത് പറ്റും? സോൾട്ട് ആൻഡ് അതർ വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ബോഡിയിലെ ബ്ലഡില് അടിഞ്ഞുകൂടി പൈലപ്പ് ചെയ്തിട്ട് ബോഡിക്ക് പോയിസൺ ആക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിനൊക്കെ, മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് സംഭവിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ഡയാലിസിസ്? എന്താണ് ഡയാലിസിസ് പറഞ്ഞത്? Dialysis is a kind of treatment that removes extra fluids from waste products from blood and excess fluid from the body.
ഓക്കെ, അപ്പോ നമ്മുടെ കിഡ്നി ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിലൂടെ കിഡ്നി ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ വേസ്റ്റ് ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റിനെയൊക്കെ എക്സ്ട്രാ വാട്ടറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഈ വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു പ്രോസസ്സിലൂടെ ഈ വേസ്റ്റിനെയൊക്കെ പുറന്തള്ളുന്നു. ഇതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഇനി പഠിക്കാനുള്ളത്. അതിനകത്ത് 3 ടൈപ്പ് ഡയാലിസിസ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. അതിൽ ഫസ്റ്റ് ഹീമോ ഡയാലിസിസ്, HD എന്ന് പറയും. ഫസ്റ്റ് വൺ ഹീമോ ഡയാലിസിസ് HD. രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസ് PD. അപ്പൊ അതിന്റെ PD, വാട്ട് ഇസ് ദ ഫുൾ ഫോം? പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് ഞാൻ കാണിച്ചു തരാം. PD എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ C ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള ഡയാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് ഡയാലിസിസിലെ ഫസ്റ്റ് വൺ ആണ് ഹീമോ ഡയാലിസിസ്, HD എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ആർക്കാണോ അല്ലെ ആ പേഷ്യന്റിന്റെ ആ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്തിട്ട് അതൊരു മെഷീനിൽ കൂടെ ഇട്ടിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യും. വേസ്റ്റിനെയൊക്കെ മാറ്റി അത് പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് റിട്ടേൺ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, കയറ്റുന്നു. അതാണ് ഹീമോ ഡയാലിസിസിൽ വരുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നേ? നമ്മുടെ ഈ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആ പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്ന് ആ ബ്ലഡ് എടുക്കും. ആ ബ്ലഡ് ഇങ്ങനെ എടുത്തിട്ട് അതൊരു മെഷീനിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, മെഷീനിൽ ഇട്ടിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ വിടുന്നു. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്, HD. നോക്കിയേ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോഡയാലിസിസ്. അപ്പൊ ഏതാണ് വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്? എന്താണ്? Hemodialysis is the method in which a dialysis machine and a special filter called an artificial kidney or dialyzer is used. നോക്കിയേ, ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞ ഏതാണ്? ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ, അവിടെ എന്താ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ കോൾഡ്, അതിനാണ് ആ ഡയാലിസിസ് മെഷീനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്. ആ ഡയാലിസിസ് ചെയ്യുന്ന മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ, അത് ഫിൽറ്റർ ചെയ്യുന്ന അരിക്കുന്ന ആ സ്പെഷ്യൽ ഫിൽറ്റർ, അതിനാണ് കോൾഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയാലൈസർ, DIALYSER, ഡയാലൈസർ എന്ന് പറയുന്നു. അപ്പൊ ആർട്ടിഫിഷ്യൽ കിഡ്നി ആണ് ഏത്? ഡയാലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ is a method in which dialysis machine and a special filter, ഡയാലിസിസ് മെഷീനും ഒരുപോലെ തന്നെ അത് ഫിൽറ്റർ ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടാവും, കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയാലിസർ ഈസ് യൂസ്ഡ്. അവിടെ ഡയാലിസർ ആണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, this artificial kidney or hemodialyzer eliminate the waste and surplus fluid from the blood. Surplus എന്ന് വെച്ചാൽ എന്താണ്? അധികമായിട്ടുള്ളത്. സർപ്ലക്സ് എന്ന് പറഞ്ഞാൽ അധികമായിട്ടുള്ള ഫ്ലൂയിഡ്, എക്സസ് ഫ്ലൂയിഡ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യും? എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ്, എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡിലുള്ള വേസ്റ്റിനെയും അധികമായിട്ടുള്ള എക്സസ് ഫ്ലൂയിഡിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി. അപ്പൊ ആ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യും? സെൻഡ് ബാക്ക് ടു ബോഡി, ബോഡിയിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. ഏതിന്റെ സഹായത്തോടു കൂടി? ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന്റെ ഹെൽപ്പോട് കൂടി ഈ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് ഈ സെൻഡ് ബാക്ക് ടു ദ ബോഡി, ബോഡിയിലേക്ക് തിരിച്ച് വിടും. ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്. അപ്പൊ എന്താണ് ഹീമോഡയാലിസിസ് എന്ന് മനസ്സിലായോ? നമ്മൾ എന്താ പറഞ്ഞ? ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു. ആ ബ്ലഡ് എടുത്ത് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ആ ഹീമോ ഡയാലിസർ
ആ മെഷീന്റെ ഫിൽറ്ററിന്റെ സഹായത്തോടു കൂടി അതിനെ ബ്ലഡിന് വേസ്റ്റിനെ ഒക്കെ മാറ്റിയിട്ട് എക്സ്ട്രാ ഫ്ലൂയിഡും വേസ്റ്റും ഒക്കെ മാറ്റിയിട്ട് ബ്ലഡിൽ നിന്ന് എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റും മാറ്റി ആ ഫിൽറ്റർ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു, സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ഹെൽപ്പ് ഓഫ് ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ആ ബ്ലഡ് തിരിച്ച് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ ആ ബ്ലഡ് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ ഡൗട്ട് ഒന്നുമില്ല. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയാലൈസർ ഈസ് യൂസ്ഡ്. അപ്പൊ അതെന്ത് ചെയ്യും? ദ ആർട്ടിഫിഷ്യൽ കിഡ്നി എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ഇതിനെ എലിമിനേറ്റ് ചെയ്യും, വേസ്റ്റിനെ എക്സ്ട്രാ ഫ്ലൂയിഡിനെ ഒക്കെ അത് എലിമിനേറ്റ് ചെയ്യുന്നു, ബ്ലഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ ഫിൽറ്റർഡ് ബ്ലഡ് then send back to the body, ബോഡിയിലേക്ക് തിരിച്ചു വിടുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന്റെ ഹെൽപ്പോട് കൂടി ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ്, വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് വിടുന്നു. ഇനി നോക്കിയേ, ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ അസസ് സൈറ്റ്. നോക്കിയേ ഇവിടെ ബിഫോർ, ഇനിയിപ്പോ ഒരു കാര്യമുണ്ട് ഇവിടെ, ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്, അവിടെ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? മൈനർ സർജറി ഈസ് റിക്വയർഡ്. ഒരു ചെറിയൊരു സർജറി ആവശ്യമാണ്. ടു മേക്ക് എ വാസ്കുലർ അസസ് സൈറ്റ്. എന്താ വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്? വാസ്കുലർ അസസ് സൈറ്റ് ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. അതായത് നമ്മുടെ ഒരു ബ്ലഡ് വെസലിനെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യണം. ഇത് നമ്മൾ അങ്ങോട്ട് കടത്തി വിടണ്ടേ? ബ്ലഡ് എടുക്കണം, ബ്ലഡിനെ തിരിച്ച് കടത്തി വിടാനായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന ഒരു സർജറി, വാസ്കുലർ അസസ് സൈറ്റ്. നോർമലി ഇൻ ദ പേഷ്യൻസ് ആം. അവിടെ എവിടെയാ? പേഷ്യന്റിന്റെ കൈകളിലൂടെയാണ് ചെയ്യുന്നത്. അത് എവിടെ പിക്ചർ ഉണ്ട്, നോക്കിയേ നിങ്ങള്. ഇത് ഒന്നാമത്തെ AV ഫിസ്റ്റുലയുടെ ആണ്. ഇപ്പൊ ഇത്രയും നിങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മൾ ഈ ഇത് ഞാൻ താഴെ എത്തുമ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു മൈനർ സർജറി ചെയ്യണം. ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ അസസ് സൈറ്റ്. അതായത് നമ്മൾ ഓപ്പണിംഗ് ഓഫ് വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്, നമ്മുടെ കൈകളിലുള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ചെറിയൊരു സർജറി നമ്മൾ അവിടെ ചെയ്യണം. നോർമലി ഇൻ ദ പേഷ്യൻസ് ആ. നോർമലായി നമ്മൾ എവിടെ ചെയ്യുന്നേ? നോർമലായിട്ട് നമ്മൾ എവിടെയാ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ആമില്, കൈകളിലാണ് നോർമലായിട്ട് അത് ചെയ്യുന്നത്. പേഷ്യന്റ് നോർമലി ഓൺ ദ പേഷ്യൻസ് പേഷ്യന്റിന്റെ കൈകളിലാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. നോക്കി അവിടെ എന്താണ്? ദിസ് അസസ് സൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ഈസി വേ ടു ഗെറ്റ് ദ ബ്ലഡ് ഫ്രം ദ ബോഡി. ഈ അസസ് സൈറ്റ് എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ഓപ്പണിങ്, അത് ഒരു ഈസി വേ ടു ഗെറ്റ് ദ ബ്ലഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ആ ബോഡിയിലുള്ള ബോഡിയിൽ നിന്നുള്ള ബ്ലഡ് എടുക്കാനും ത്രൂ ദ ഡയാലിസർ വഴി ഡയാലിസിലേക്ക് നമ്മൾ ആ ബോഡിയിലുള്ള ബ്ലഡ് എടുക്കാനും ആൻഡ് ബാക്ക് ഇൻ ടു ദ ബോഡിയിലേക്ക് തിരിച്ച് ഡയാലിസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ബോഡിയിലേക്ക് ആക്കാനും എന്ത് വേണം? ഈ അസസ് സൈറ്റ് വേണം അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ല അതിൽ കൂടി അല്ലേ കടത്തി വിടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ അസസ് സൈറ്റ് എന്ന് പറയുന്ന ഈ സൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? അതൊരു ഈസി വേ ആണ് ടു ഗെറ്റ് ദ ബ്ലഡ് ഫ്രം ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനും ത്രൂ ദ ഡയാലിസറിൽ കൂടി നമ്മൾ ആൻഡ് ബാക്ക് ഇൻ ടു ദ ബോഡി, ഡയാലിസ് ചെയ്ത് എന്താണ് തിരിച്ച് ബോഡിയിലേക്ക് ബ്ലഡ് കൊടുക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അസസ് സൈറ്റ് എന്ന് പറയുന്നത്. The different type of access for hemodialysis are as the follows. പലതരത്തിലുള്ള അസസ് സൈറ്റ്, ആ ഓപ്പണിങ് അവിടെ ചെയ്യുന്ന ആ സർജറി ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ 3 സർജറി ഒക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഹീമോഡയാലിസിസ് ആ പറഞ്ഞത്. അപ്പൊ ഈ ഹീമോഡയാലിസിസ് ചെയ്യണതിനേക്കായി മുന്നേ എന്ത് ചെയ്യണം? അവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു ചെറിയൊരു സർജറി നമ്മൾ നടത്തേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ട് പേഷ്യൻസിന്റെ ആമിലാണ് ആ സർജറി നമ്മൾ ചെയ്യുന്നത്. ഓപ്പണിംഗ് ഓഫ് വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ, ഒരു ബ്ലഡ് വെസൽ അവിടെ ഓപ്പൺ ചെയ്താണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത്. നോർമൽ ആയിട്ട് പേഷ്യൻസിന്റെ കൈകളിൽ, പേഷ്യന്റ് കൈകളിലാണ് ആ സർജറി ചെയ്യാറ്. ദ അസസ് സൈറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
ബ്ലഡ് എടുക്കണ്ടേ നമുക്ക്? ഫ്രം the body, ബോഡിയിൽ നിന്ന് to get the blood from the body, ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കാനും എന്നിട്ട് സെൻഡ് ബാക്ക് ടു ദ ബോഡി, എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത ബ്ലഡ് തിരിച്ച് ആ ബോഡിയിലേക്ക് കടത്തി വിടാനും അസസ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പലതരത്തിലുള്ള അസസ് സൈറ്റുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ് ഫോർ ഹീമോഡയാലിസിസ് ആർ ആസ് ഫോളോസ്. താഴെ തന്നിരിക്കുന്ന പലതരത്തിലുള്ള അസസ് സൈറ്റുകളാണ് ഇവിടെ തന്നേക്കുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് AV ഫിസ്റ്റുല. എന്താണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയാണ് AV ഫിസ്റ്റുല. അപ്പൊ അതിന് മുന്നേ എന്താണ് ആർട്ടറി എന്ന് പറയുന്നത്? ആർട്ടറി അറിയോ? ധമനികള്. എന്താണ്? ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നതാണ് ആര്? ആർട്ടറീസ്, ധമനികള്. ഇനി ഈ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന കുഴലുകളാണ് വെയിൻസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് നമ്മള് ഈ വേണമെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഒന്ന് ഹെഡിങ് കൊടുത്തേ. ടൈപ്പ് ഓഫ് ഡയാലിസിസ്, ടൈപ്പ് ഓഫ് ഡയാലിസിസ്. ടൈപ്പ് ഓഫ് ഡയാലിസിസ്. അതിനകത്ത് ഫസ്റ്റ് വൺ എഴുതിക്കോ, ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ്. അത് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ കോൾഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ എ ഡയാലിസർ ഈസ് യൂസ്ഡ്. This artificial kidney eliminate the waste and surplus fluid from the blood. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഫിൽറ്റർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയാലിസിസ് മെഷീൻ. ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ഇത് എന്ത് ചെയ്യുന്നു? തിരിച്ചു വിടുന്നു. അപ്പൊ അതിന് താഴെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ് സൈറ്റുകളാണ് നമ്മൾ എഴുതുന്നത്. അസസ് ഫോർ ഹീമോഡയാലിസിസ് ആർ ദ ഫോളോവേഴ്സ്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അവിടെ എഴുതിക്കോ. ആർട്ടറീസ് എന്താണ്, വെയിൻസ് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. ആർട്ടറി, ARTERIES, ആർട്ടറീസ്. മലയാളമാണ് ധമനികൾ, ധമനികൾ. Arteries are the blood vessels. Blood vessels. Arteries are the blood vessels that bring oxygen rich blood. Oxygen കൂടുതലുള്ള rich blood. Oxygen rich blood from your heart. From your heart to all of your body cells. All of our body. അങ്ങനെ എഴുതിയാലും മതി. നമ്മുടെ ബോഡിയിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് കൊണ്ടുവരുന്നതാണ് ധമനികള് അല്ലെങ്കിൽ ആർട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നത് കുഴലുകളാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. ഹാർട്ട് ടു ക്യാരി ബ്ലഡ് ഫ്രം യുവർ ഹാർട്ട് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. അങ്ങനെ എഴുതിയാലും മതി. ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ അതിന്റെ താഴെ എഴുതുക വെയിൻസ്, VEINS. അതിന്റെ മലയാളമാണ് സിരകൾ എന്ന് പറയുന്നത്. സിരകൾ, വെയിൻസ്, സിരകൾ, സിരകൾ. വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ്. വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് that carry the blood, എങ്ങോട്ടാണ് ക്യാരി ചെയ്യുന്നത്? ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന കുഴലുകൾ. പല ഭാഗത്തു നിന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളാണ് വെയിൻസ് എന്ന് പറഞ്ഞ സിരകൾ. ടു ദ ബ്ലഡ് ടു ദ ഹാർട്ട്. ഇവിടെ നോക്കിയേ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. അപ്പൊ ആർട്ടറീസ് എന്താണ്, വെയിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ആർട്ടീരിയോസ് വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താണ്? ആൻഡ് AV ഫിസ്റ്റുല ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ആണ്. അവിടെ നിങ്ങൾ നോക്കിയ ആ പിക്ചറിലൊന്ന് നോക്കിയേ, ആർട്ടറീസ് ഉണ്ട്,
വെയിൻ ഉണ്ട്. ആ വെയിനുകളും ആർട്ടറീസും തമ്മിലുള്ള വെയിൻ ഉണ്ട്, ആർട്ടറിയും വെയിനുകളും അത് തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, രണ്ടും സർജറിയിലൂടെ കണക്ട് ചെയ്യും. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് എ വെയിൻ. അവിടെ കണ്ടില്ലേ ആർട്ടറിയോ വീനസ് ഫിസ്റ്റുല കണ്ടില്ലേ, രണ്ടും സർജിക്കൽ കണക്ഷൻ ചെയ്തു വെച്ചേക്കണം, കണ്ടോ ആർട്ടറീസും വെയിനും തമ്മില് കണ്ടു. അതാണ് എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്. എ വി ഫിസ്റ്റുല. ആൻഡ് എ വി ഫിസ്റ്റുല ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. അപ്പൊ അത് ചോദിക്കാം, എന്താണ് ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ? ഏതാണ് AV fistula. connection between artery and vein? AV fistula. AV fistula. AV fistula, AV graft, അങ്ങനെ വേറെ ഏതെങ്കിലും ഒക്കെ ഓപ്ഷൻ തരും. അപ്പൊ അതിനകത്ത് കറക്റ്റ്, അതായത് ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആർട്ടറിയോ വീനസ് ഫിസ്റ്റുല. ഓക്കെ. ഓഫൺ എ ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആമിലാണ് ചെയ്യുന്നത്. ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജ് ഓർ ഹെൽത്തി ഇനഫ്, അവിടെ ഈ അതിന്റെ ആർട്ടറീസ്, ഈ ഹാമിലുള്ള ആർട്ടറീസ് ഹെൽത്തി അല്ല അല്ലെങ്കിൽ വലുതല്ല, അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലുതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞേക്കണേ, നോട്ട് ലാർജ് ഓർ ഹെൽത്തി ഇനഫ് ഇറ്റ് ക്യാൻ ബി ഓൾസോ പുട്ട് ഇൻ ദ ലെഗ്. അല്ലെങ്കിൽ നമുക്കത് പറ്റില്ലെങ്കിൽ കാലിലും നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഹാൻഡിലാണ്, ആമിലാണ്, നമ്മൾ കയ്യിലാണ് സാധാരണ ചെയ്യാറ് AV ഫിസ്റ്റുല ചെയ്യാറ്. അത് എന്താണ്, അത് ഈ ആംസ്, ഈ ആമിലുള്ള ആർട്ടറീസ് അത് അത്രയും അതിലുള്ള ലാർജർ അല്ലെങ്കിൽ ഹെൽത്തി അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൾസോ പുട്ട് ഇൻ ദ ലെഗ്സ്. ലെഗിലും നമുക്ക്, കാലിലും നമുക്ക് ഇത് ചെയ്യാം, AV ഫിസ്റ്റുല ചെയ്യാം. ഓക്കെ. ഇറ്റ് ഓൾസോ പുട്ട് ഇൻ ടു ദ ലെഗ്സ്. It is the most natural astrocyte is formed in the blood vessels. Okay, ഇത് ഒരു it is the most natural ആയിട്ടുള്ള ഒരു astrocyte ആണ് ഫോംഡ്. ഇത് ഇത് എവിടെന്നാ ഫോം ചെയ്യുന്ന, ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇതിന് എന്താണ് ചാൻസ് കുറവാണ്, ഇൻഫെക്ഷൻ വരാനും ക്ലോട്ടിങ് വരാനും ഉള്ള ചാൻസ് കുറവാണ്. ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഫിസ്റ്റുല ഈ സർജറി ചെയ്യുന്നത്? ഇത് ചെയ്തതിന് ശേഷമാണ്, ഇതിൽ കൂടിയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. ഒന്നാമത്തെ. അപ്പൊ ഈ സർജറി നമ്മൾ പറഞ്ഞല്ലോ, ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സർജറി വേണം. ഈ സർജറി കഴിഞ്ഞ് 2-3 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ശരിക്കും സർജറി കഴിഞ്ഞ് ഉണങ്ങുള്ളൂ. അതിനുശേഷം ഇതിലൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, AV ഫിസ്റ്റുല ചെയ്യണം. നമ്മൾ അക്യൂട്ടായിട്ടൊക്കെ നമ്മൾ കുറെ നാളൊക്കെ ഇങ്ങനെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഈ ആർട്ടറി വീനസ് ഫിസ്റ്റുല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വരെയും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അവരുടെ ലൈഫ് അവസാനം വരെയും ചെയ്യണം. അപ്പൊ അത് ആ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നമ്മൾ ഡയാലിസിസിന് മുന്നേ നമ്മൾ ചെയ്യുന്നതാണ് ഈ എന്താണ് ഒരു സർജറിയാണിത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. AV fistula is a surgical connection between an artery and a vein. Often a fistula is created, സാധാരണയായിട്ട് ഞാൻ പറഞ്ഞു ആംസിൽ ചെയ്യാം, if the arteries in the arm are not large. ഈ ആമിലുള്ള ആർട്ടറീസ് അത്ര വലുതല്ലെങ്കിൽ ഓർ ഹെൽത്തി ഇനഫ്, ആവശ്യത്തിന് ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി ഓൾസോ പുട്ട് ഇൻ ദ ലെഗ്. കാലിലാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസൈറ്റ് ആണ്, ഒരു മെത്തേഡാണിത്. അത് എവിടെന്നാ ഫോം ചെയ്യുന്ന, ബ്ലഡ് വെസൽസിൽ നിന്ന്, രക്തക്കുഴലുകളിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇത് ഇൻഫെക്ഷനും അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിനും വളരെ കുറച്ച് ചാൻസേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ഇത് കാണിച്ചു തരാം, ഞാൻ ഫോണിൽ എടുത്തിട്ടിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഒരു മിനിറ്റ്.
പറ്റുന്നില്ല നോക്കി ഇത് മറ്റേ ഒന്നിക്കട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. arterial veins. ഞാനിത് എന്താ ക്ലാസ് റൂമിലേക്ക് വിട്ടേക്കാം കേട്ടോ. നോക്കി ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കാം. നിങ്ങൾ ഇവിടെ നോക്കി അവിടെ ആ രണ്ട് ഇതും ജോയിൻ ചെയ്തേക്കണുണ്ടോ? ഉണ്ട്. ആർട്ടറിയും വെയിൻസ് തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്തേക്കാണ്. ഇവിടെ AV ഫിസ്റ്റുലയാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ അത് രണ്ടും ജോയിൻ ചെയ്യും. എന്നിട്ട് നോക്കി അതികൂടെ അത് ഡയാലിസിസ് മെഷീനിലേക്ക് ഇട്ട് ഡയാലിസിസ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് അവർക്കുടെ ബോഡിയിലേക്ക് തന്നെ വരുന്നു. അതാണ് ഇത് ഞാൻ ഇതിന് ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് 3 ഞാൻ പിക്ചർ എടുത്തിട്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള 2-3 സെക്കൻഡുള്ള ഒരു ഇതാണ്, വീഡിയോ ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഹീമോഡയാലിസിസ് പറഞ്ഞ് അതില് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയാണ് പറഞ്ഞല്ലേ? കേൾക്കുന്നില്ലേ? AV ഫിസ്റ്റുല. അപ്പൊ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താണ്? സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ആ സർജിക്കൽ കണക്ഷനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത്? AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന? ആർട്ടറീസും വെയിനും സർജിക്കലി കണക്ട് ചെയ്യുന്നു അല്ലെ? എന്നിട്ട് ഓഫൺ ഫിസ്റ്റുല, അവിടെ നമ്മൾ ആ ഫിസ്റ്റുല AV ഫിസ്റ്റുല സാധാരണയായിട്ട് ആംസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ആംസിൽ ഇത് ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് ആർട്ടറീസ് ഹെൽത്തി അല്ലെങ്കിൽ നമുക്കത് എവിടെ ചെയ്യാം? ലെഗ്സിലും നാച്ചുറൽ ആയിട്ട് ചെയ്യാം നമുക്കത്. പിന്നെ എന്താ പറയുന്നത്, ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. റയറസ്റ്റ് ചാൻസ് ഫോർ ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങിനും വളരെ കുറച്ച് ചാൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ,
കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മിസ് എന്തേലും പറയുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടാ. AV ഫിസ്റ്റുല പ്രസന്റ് ആയിട്ടില്ല അല്ലെ? ഞാൻ നോക്കട്ടെ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ ഇപ്പൊ? ഇവിടെ ഇത് പ്രസന്റ് ചെയ്തപ്പോ അതിന്റെ ഇത് പോയതാണ്. നോക്കിയേ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. AV fistula is a surgical connection between an artery and vein. നമ്മൾ പറഞ്ഞു സർജിക്കൽ കണക്ഷൻ ആണ്, രണ്ടും തമ്മിൽ സർജിക്കലി കണക്ട് ചെയ്യുന്നു. പിന്നെ ഓഫൺ ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം, ബട്ട് ദ ആർട്ടറീസ് അതിന് അനുയോജ്യമല്ലെങ്കിൽ, അത്രയും ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് പാമിലും ആണെങ്കിലും ലെഗിലും നമുക്ക് ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണുള്ള ആക്സസൈറ്റ് ആണ്. ഈ ആർട്ടറീസും വെയിൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? സർജിക്കലി കണക്ട് ചെയ്യുന്നു. സർജിക്കലി കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ ഇത് 2-3 മാസമൊക്കെ ഇത് എടുക്കും ഇതിന്റെ വൂണ്ട് മാറാനായിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഡയാലിസിസ് ഇതിൽ കൂടെ നടക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ് കണ്ടോ? AV ഗ്രാഫ്റ്റ്. ഇതിന്റെ ഞാൻ ഈ 3 പിക്ചർ ഇതിന് കാണിക്കുന്ന സർജറിയുടെ ഒരു ചെറിയ ഷോർട്ട് ആയിട്ട് ഒരു മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആണ്. അത് 3 ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഫോണിലേക്ക്. അത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരാം കേട്ടോ. സെക്കൻഡ് നോക്കിയേ, AV ഗ്രാഫ്റ്റ്. ഇത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് an arteriovenous graft is a kind of access used for hemodialysis. ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്ന മറ്റൊരു access ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. The graft is normally placed in the arm but may be placed in the leg if needed. ഇതുപോലെ തന്നെ നോക്കിയേ, ഇത് നോർമലി നമുക്ക് ആമിൽ ചെയ്യാം, അല്ലെങ്കിലോ but placed in the leg if needed. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ലെഗിലാണെങ്കിലും ചെയ്യാം. ഇവിടെ നിങ്ങൾ ആ പിക്ചർ നോക്കിയേ. AV graft is a common is the connection of the vein and an artery that uses a hollow synthetic tube. നോക്കിയേ, ഇവിടെ ഇത് തമ്മിൽ ആർട്ടറീസും വെയിനും കണ്ടോ? രണ്ടെണ്ണം, ഒരു റെഡിലും ഒരു ബ്ലൂവിലും കണ്ടില്ലേ? കണ്ടു. ഈ ആർട്ടറീസും വെയിൻസും തമ്മില് ഇവിടെ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴി ഇങ്ങനെ വളച്ച് കണ്ടോ? അതാണ് ആർട്ടീരിയോ വെയിനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ ആർട്ടറീസും വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കാണ്. എന്ത് വഴിയാണ്?
ഹോളോ സിന്തറ്റിക് ട്യൂബ് മുഖാന്തരം ആർട്ടറീസ് വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നു. അതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈസ് എ കൈൻഡ് ഓഫ് ആൻസേഴ്സ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള അസസ് ആണ് ഇത്. ദ ഗ്രാഫ്റ്റ് ഈസ് നോർമലി പ്ലേസ്ഡ് ഇൻ ദ ആം ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. നമുക്ക് ആവശ്യമാണെങ്കിൽ എന്താണ് ലെഗിലും നമുക്കത് പ്ലേസ് ചെയ്യാം. അതെങ്ങനെയാ തന്നേക്കുന്നത്? ഗ്രാഫ്റ്റ് ഈസ് കണക്ഷൻ ഓഫ് ദ വെയിൻ ആൻഡ് ആർട്ടറി that uses a hollow synthetic tube. അപ്പൊ നമുക്ക് ചോദിക്കാം, dash is the connection of vein and artery that uses a hollow synthetic tube. ആ hollow synthetic tube വഴി കണക്ട് ചെയ്യുന്നത് അത് ഏതിലാ വരുന്നേ? AV ഗ്രാഫ്റ്റ്. One end of the tube is attached to the artery and the other end of the tube is attached to a vein. ഒരു എൻഡ് ഏതുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്ന ആ ട്യൂബിന്റെ? ആർട്ടറി. അടുത്ത എൻഡ് വെയിനുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ദിസ് കണക്ഷൻ റിസൾട്ട് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ദ. ഈ കണക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് റിസൾട്ട് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ഹൈ പ്രഷർ ആർട്ടറി. അപ്പൊ ആർട്ടറിയിൽ ബ്ലഡ് ഹൈ പ്രഷറിലായിരിക്കും. ആർട്ടറി ത്രൂ ദ ഗ്രാഫ്റ്റ്. ഈ ഗ്രാഫ്റ്റിൽ കൂടെ ആൻഡ് ഇൻ ടു ദ ലോ പ്രഷർ വെയിൻ. വെയിനില് ലോ ഫ്ലോയും ലോ പ്രഷർ ആയിരിക്കും വെയിൻസിൽ വരുന്നത്. അപ്പൊ അവിടെ നോക്കി, അവിടെ ആ ഫ്ലോ റേറ്റ് തമ്മിൽ ഒരു ഡിഫറൻസ് വന്നു അല്ലെ? ഈ കണക്ഷന്റെ ഫലമായിട്ട് ദിസ് കണക്ഷൻ റിസൾട്ട് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ദ എങ്ങനെയാണ്? ഹൈ പ്രഷർ ആർട്ടറി. ആർട്ടറിയില് ഹൈ ഫ്ലോയിലും ഹൈ പ്രഷറും ആയിരിക്കും ത്രൂ ഗ്രാഫ്റ്റിൽ കൂടെ. അടുത്ത് നോക്കിയേ, ഇൻറ്റു എങ്ങോട്ട് പോകുന്നു? ഇൻറ്റു ലോ പ്രഷർ വെയിൻസിലേക്ക്. ഇൻറ്റു ലോ പ്രഷർ വെയിൻസ്. അപ്പൊ അവിടെ തമ്മില് നോക്കിയേ, അവിടെ ഹൈ ഫ്ലോയും ലോ ഫ്ലോയും തമ്മില്, ഹൈ പ്രഷറും ലോ പ്രഷറും തമ്മിൽ ഒരു ഫ്ലോ റേറ്റ് വന്നു. ദിസ് ഫ്ലോ റേറ്റ് എന്താണ് നോക്കിയേ? ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഗ്രാഫ്റ്റ് പ്രൊവൈഡ് എ ഫ്ലോ റേറ്റ്. അവിടെ ആ അതിന്റെ ഫ്ലോസ് തമ്മിൽ ആ റേറ്റിന് വ്യത്യാസം വന്നു. ഒരെണ്ണം ഹൈ ഫ്ലോയും ഒരെണ്ണം ലോ ഫ്ലോയും ആയി. ആ ഫ്ലോ റേറ്റ് ദാറ്റ് വിൽ സപ്ലൈ ഇനഫ് ബ്ലഡ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്. എന്താണ്? ദിസ് പ്രൊവൈഡ് എ ഫ്ലോ റേറ്റ് വിൽ. ഈ ഫ്ലോ റേറ്റ് സപ്ലൈ ഇതിന് എന്ത് സപ്ലൈ ചെയ്യും? ഇനഫ് ബ്ലഡ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്. സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിൽ കൂടെ നേരെ നമ്മൾ എന്താണ് അതിന്റെ പിക്ചർ ഞാൻ നോക്കട്ടെ. ഫ്ലോറേറ്റ് ഞാൻ ഈ ക്ലാസ് റൂമിലേക്ക് തന്നെ ഇട്ടേക്കാട്ടെ. ഒന്ന് ഇതിലേക്ക് ഇട്ടേക്കാം. ഇതിന്റെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയ 2 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോ. അപ്പൊ ഇതിനകത്ത് ഈ എന്താണ് നമ്മൾ പറഞ്ഞത്? AV ഗ്രാഫ്റ്റിൽ എങ്ങനെയാണ്? അത് AV ഗ്രാഫ്റ്റ് ഈസ് എ കണക്ഷൻ ഓഫ് ദ വെയിൻ ആൻഡ് ആർട്ടറീസ്. വെയിനും ആർട്ടറിയും തമ്മിൽ എന്തുവഴി? ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴി രണ്ടും തമ്മിൽ കണക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു എൻഡ്, വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ആർട്ടറിയിലേക്കും അതർ എൻഡ് ഏതിലേക്ക്? വെയിൻസിലേക്കുമാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ കണക്ഷന്റെ ഫലമായിട്ട് എങ്ങനെ വരുന്നു? ദ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ഹൈ പ്രഷർ എവിടെ? ആർട്ടറിയിലും ലോ ഫ്ലോ വെയിനും
അപ്പൊ അവിടെ നിങ്ങൾ നോക്കി ആ പ്രഷർ തമ്മിലുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവുന്നു. ഈ ബ്ലഡ് ഫ്ലോ വേരിയേഷൻ അത് എന്ത് ചെയ്യുന്നു? വിൽ സപ്ലൈ ഇനഫ് ബ്ലഡ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്. ആ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. വെച്ചാൽ ഇത് കൂടുതലുള്ളതെന്നല്ലേ ഹൈ ഫ്ലോയിൽ നിന്നല്ലേ ലോ ഇതിലേക്ക് പോകുള്ളൂ. അപ്പൊ അതിൽ കൂടെ ആ ഫ്ലോ റേറ്റ് ആണ് ഇവിടെ നമുക്ക് ഈ ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അതുവഴിയാണ് ആ AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ എ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. ഈ ചെറിയ സ്മോൾ വെയിൻസിലുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പിക്ചർ അതിനകത്തുണ്ട്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പിക്ചറാണ് കാണിച്ചേക്കുന്നത്. അത് വെച്ച് നോക്കുക കേട്ടോ. AV graft provide a solution for a small or weak veins. Small weak veins-നുള്ള ഒരു ചെറിയൊരു എന്താണ് ഒരു സൊല്യൂഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഞാനിവിടെ നോക്കട്ടെ, ഇത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒരു പിക്ചർ കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇത് സ്ലോ ആണ് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിലാണെങ്കിലും ഞാനിത് 3 നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ നോക്കട്ടെ AV ഗ്രാഫ്റ്റിന്റെ കിട്ടുന്നുണ്ടോ. സ്റ്റെക്ക് ആയിരിക്കും. കിഡ്നിയുടെ സ്ട്രക്ചർ ആണ് ഞാനത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തിട്ടതായിരുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ, പെട്ടെന്ന് കാണിക്കാൻ പറ്റും. അതെ, നോക്കി നിങ്ങള് കണ്ടോ? അത് ആ ട്യൂബ് വഴി ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നു. എന്നിട്ട് ഡയാലിസിസ് മെഷീനിലേക്കാണ് അത് പോകുന്നത്. അത് ഒരു സൈഡിൽ നിന്ന് പോയി മെഷീനിൽ ഡയാലിസിസ് ചെയ്തിട്ട് തിരിച്ച് ഇപ്പുറത്തെ ഇതിൽ കൂടെ കയറുന്നു. ആ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ നിങ്ങള്? കണ്ടു. അത് ഞാൻ ഇതിനകത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. അതാണ് അതിനകത്ത് വരുന്ന ഇത്. നമ്മൾ 2 ഇതാ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരെണ്ണം കൂടി എടുക്കാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. പക്ഷേ ഓക്കെ, അത് കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നമ്മൾ 2 തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഡയാലിസിസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ? ഹീമോഡയാലിസിസ് പറഞ്ഞു. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? അതായത് നമ്മൾ ഒരു മെഷീനിലേക്ക് ബ്ലഡ് എടുത്ത് അത് ഇതിനെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് തിരിച്ച് ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ആ പേഷ്യന്റിന്. അതാണ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞത്. അതിന്റെ പലതരത്തിലുള്ള സൈറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെയാണ് AV ഫിസ്റ്റുല പറഞ്ഞത്. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വെറുതെ എന്താണ്? ആർട്ടറി വെയിന് തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ആണ് കാണിച്ചത് അല്ലെ. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആണ് പറഞ്ഞത്. അത് നോർമലി ഇതിനകത്താണ് ആംസിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്യാറ്. അപ്പൊ അത് എന്താണ് ചാൻസ് ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങിനും ഒക്കെ റയറസ്റ്റ് ചാൻസ് ആണ്.
കുറവാണ് അത് പറഞ്ഞത്, ചാൻസ് കുറവാണ് കാണിച്ചത്. ഒന്നാമത്തെ ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ രണ്ടാമത്തെയാണ് സെക്കൻഡ് വൺ ആണ് നമ്മൾ പറഞ്ഞത്, ഏത് ഗ്രാഫ്റ്റ് പറഞ്ഞത്. AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്രിയോ വീനസ് ഗ്രാഫ്റ്റ് ആണ്. ഇത് വേറൊരു തരത്തിലുള്ള അസസ് ആണ്, ഹീമോഡയാലിസിന് യൂസ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ്? നമ്മൾ ആംസി തന്നെയാണ് കൂടുതൽ ചെയ്ത് ആർട്ടറീസ് തമ്മില് എങ്ങനെയാ അത് കണക്ട് ചെയ്തേക്കുന്നത്? ഒരു ഹോളോ ട്യൂബ് വഴിയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ? ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴി അത് കണക്ട് ചെയ്തേക്കുന്നു. പിന്നെ അതിനകത്ത് എങ്ങനെയാ അപ്പൊ ഫ്ലോ റേറ്റ് വരും അല്ലെ? വൺ എൻഡ് ഓഫ് ദ ട്യൂബ് അറ്റാച്ച്ഡ് ടു ദ ആർട്ടറിയും മറ്റേ എൻഡ് അതർ എൻഡ് വെയിൻസിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ആ കണക്ഷൻ, അപ്പൊ ഇതിന്റെ ഈ കണക്ഷന്റെ ഫലമായിട്ട് ദിസ് കണക്ഷൻ റിസൾട്ട് ഇൻ ദ ബ്ലഡ് ഫ്ലോ ഫ്രം ഹൈ ഫ്ലോ ഹൈ പ്രഷർ, ഏതിനകത്ത്? ആർട്ടറീസിലും, ലോ ഫ്ലോ ലോ പ്രഷർ വെയിൻസിലും ആയിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ഫ്ലോ റേറ്റ് വരുമ്പോൾ തന്നെ അതെന്ത് ചെയ്യുന്നു? അത് constantly the blood flow through the graft provide a flow rate down. This enable to supply the blood to provide a suitable hemodialysis treatment. ആവശ്യമായിട്ടുള്ള ആ ഫ്ലോ റേറ്റ് വന്നാലേ ബ്ലഡ് അതിക്കുള്ള ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ആ കണക്ഷൻ വരുമ്പോ തന്നെ അവിടെ എന്താണ്? ഒരു ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. ആ ഫ്ലോ റേറ്റ് ആണ് വിൽ സപ്ലൈ ഇനഫ് ബ്ലഡ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള അത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഈ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ എ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. സ്മോൾ വീക്ക് വെയിൻസിന് നല്ലൊരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഒരെണ്ണം നെക്സ്റ്റ് വാസ്കുലർ അസസ് കത്തീറ്റർ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നിപ്പോ കുറച്ച് പോർഷനെ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്താണ് ഡയാലിസിസ്, കിഡ്നി എന്താണെന്ന് ആദ്യം പറഞ്ഞു, കിഡ്നിയുടെ ഫംഗ്ഷൻ പറഞ്ഞു, പിന്നെ അതുമായിട്ട് നമ്മൾ ഡയാലിസിസ് ആണ് പഠിച്ചത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയാലിസിസ്. ഫസ്റ്റ് വൺ ഹീമോ ഡയാലിസിസ് പഠിച്ചു. അതിന്റെ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു ഒരു സർജറി ചെയ്യണം അല്ലെ? ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സർജറി ചെയ്യണം. അതിനുള്ള രണ്ട് മൂന്ന് അസസ് സൈറ്റുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ AV ഫിസ്റ്റുല, വീനസ് ഫിസ്റ്റുല. അതിലെങ്ങനെയാ ആ രണ്ട് വെയിൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ AV ഗ്രാഫ്റ്റ്. അത് രണ്ടുമാണ്. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ച് പോർഷനുള്ളൂ. ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എടുക്കുക, ഇത് പഠിക്കുക. ഇനി ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പഠിക്കാം. ഓക്കെ മിസ്സേ, ബ്ലഡ് ബാങ്കിലെ വാട്ട് ഈസ് ആന്റി കൊയാഗുലന്റ് എന്നില്ലേ, അതിന്റെ ആൻസർ എന്തായിരുന്നു എന്ന് പറഞ്ഞു തരുമോ? ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ഇടുമ്പോഴേ. പോയാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ടൈമിൽ ഒരു ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞല്ലോ, 1:30. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. തരാം. നിങ്ങൾക്ക് എന്തായാലും റിവിഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് 2-3 ക്ലാസ് കഴിയുമ്പോൾ റിവിഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.